സ്ത്രീകൾ വിവാഹത്തിന് മുന്നേ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. പക്ഷേ വിവാഹത്തിന് ശേഷം അവർക്ക് ഒരു തരത്തിലും ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്താണ് വേണ്ടത്? വിവാഹത്തിന് മുന്നേ നമ്മൾ ഈ ഓപ്ഷൻസ് എല്ലാതും വാല്യുവേറ്റ് ചെയ്യാണ് വേണ്ടത്. എനിക്ക് വേണ്ടത് എന്താണ്, എൻ്റെ റിയൽ വാല്യൂസ് എന്താണ്, എൻ്റെ കാഴ്ചപ്പാട് എന്താണ്, എനിക്ക് വേണ്ടതും ഞാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളൊക്കെ എന്താണെന്നുള്ളത്, എൻ്റെ പിടിവാശികൾ എന്താണ്, എൻ്റെ നിർബന്ധം എന്താണ്, ഇതൊക്കെ സ്വയം ഒന്നും വാല്യുവേറ്റ് ചെയ്തിട്ട് എന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് ഈ മാച്ചായിട്ടുള്ള ഒരു പാർട്ട്ണറിനെ എപ്പോഴാണ് കിട്ടുന്നത് അപ്പോഴാണ് വിവാഹത്തിലേക്ക് പോകേണ്ടത്. അല്ലാതെ വീട്ടുകാർ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ വീട്ടുകാരുടെ ആശയത്തിനനുസരിച്ച് വീട്ടുകാരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് സ്ത്രീകൾ വിവാഹത്തിലേക്ക് പോകുമ്പോൾ അവർ പിന്നീട് വളരെ ദുഃഖിക്കേണ്ടി വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവർ വീട്ടുകാരുടെ കാഴ്ചപ്പാടിലും മറ്റുള്ള പലതരത്തിൽ സോഷ്യൽ വാല്യൂസ് മാത്രമാണ് നോക്കിയിട്ടുള്ളത്. ഈ പാർട്ട്ണർ ആവാൻ പോകുന്ന ആളുകളുടെ വാല്യൂസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഈ ഓപ്ഷൻസ് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏതാണ് ഏറ്റവും മാച്ചായിട്ടുള്ളത്, എൻ്റെ വാല്യൂസുമായിട്ട് ഏറ്റവും മാച്ചായിട്ട് നിൽക്കുന്നതാണ്, എൻ്റെ പ്രയോറിറ്റിയുമായിട്ട് മാച്ചായി നിൽക്കുന്ന ആളാരാണോ എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ ഈ ഓപ്ഷൻസ് എടുക്കാൻ സാധിക്കുന്നത് വിവാഹത്തിന് മുന്നാണ്. ഈ ഓപ്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ ജീവിതത്തിൽ ഒരു പരിധിവരെ നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റും. ഈ സ്ട്രഗിൾ പരമാവധി ഒഴിവാക്കാൻ സാധിക്കും നമുക്ക്.